പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബോർഡ് ക്വസ്റ്റ്യൻസ് ആണ്, ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ സീറോസ് ഓഫ് ഗിവൺ പോളിനോമിയൽ 4√3x² + 5x - 2√3 = 0. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അപ്പോൾ നമുക്ക് ആദ്യം പോളിനോമിയൽ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. f(x) = 4√3x² + 5x - 2√3 = 0. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് സീറോസ് കണ്ടുപിടിക്കുക? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ x² ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലേ, അതെന്താണ് 4√3. അതും നമ്മുടെ ലാസ്റ്റ് ടേം, അതായത് ഇതേത് ഫോമില ax² + bx + cയുടെ ഫോമിലാണ്. അപ്പോൾ നമ്മുടെ x² കൂടെ കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതും ഈ ലാസ്റ്റ് ടേമായ സിയും കൂടെ, അതായത് എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് നമ്പർ കിട്ടുന്നോ അത് വെച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ 4√3 -2√3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 4 2s are 8. √3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആകും. അപ്പം 8 3s are 24, -24. അതായത് നമുക്ക് ഈ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -24 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും കിട്ടണം? +5 കിട്ടണം. അതായത് ഇവിടെയുള്ള b 5 കിട്ടണം. അപ്പം നമുക്ക് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം -24 കിട്ടണം. അതേ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെ വരും? 8ഉം 3ഉം വരും അല്ലേ. 8 3s are 24. 8ഉം 3ഉം കൂടെ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 5 കിട്ടും. അപ്പം -24 ആണ് വേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ +5 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ +5 കിട്ടണമെങ്കിൽ ഇതിൽ ഏത് നെഗറ്റീവായിട്ട് എടുക്കണം? ചെറിയ നമ്പർ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് 8നെ പോസിറ്റീവും 3യെ നെഗറ്റീവുമായിട്ട് എടുക്കാം. ഇപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? +5 കിട്ടും. 8ഉം -3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -24 കിട്ടും. അപ്പോൾ നമ്മുടെ മിഡിൽ ടേമിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 5xനെ നമുക്ക് 8x - 3x എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഫസ്റ്റ് ടേം നമ്മൾ അതേപോലെ എഴുതുന്നു, 4√3x² + മിഡിൽ ടേമിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? 8x - 3x എന്ന് എഴുതുന്നു. അതായത് നമ്മൾ എടുത്ത നമ്പേഴ്സ് എന്തൊക്കെയാണ്? 8ഉം -3ഉമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സും കൂടെ ഇട്ട് നമ്മൾ എഴുതുന്നു. ഇനി അടുത്തത് ലാസ്റ്റ് ടേം -2√3 = 0. ഇനി നമ്മൾ റീഗ്രൂപ്പിംഗ് ആണ്. ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ എടുക്കും. അടുത്തത് ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ എടുക്കും. ഈ രണ്ട് ടേമിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? ഇവിടെ 8x ആയതുകൊണ്ട് 8നകത്ത് 4 ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് 4 കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. പിന്നെ ഒരു എക്സും നമുക്ക് വെളിയിലെടുക്കാം. ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ നിന്ന് 4x എടുത്താൽ ബാക്കി √3x + ഇവിടെ 8xൽ നിന്ന് 4x എടുത്താൽ ബാക്കി 2 മൈനസ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ കോമൺ എടുക്കാനായിട്ടൊന്നുമില്ല അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് 3x ആണ്. ഈ 3 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? √3 × √3 ആയിട്ട് എഴുതാം. √3 × √3 is 3 അല്ലേ. അപ്പോൾ ഈ 3ക്ക് പകരം ഞാനിവിടെ √3 × √3 എഴുതുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കോമൺ എടുക്കാമല്ലോ. എന്ത് കോമൺ എടുക്കാം? ഈ രണ്ട് ടേമിലും √3 ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് √3 കോമൺ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു √3 എടുത്താൽ ബാക്കി ഒരു √3 ഉണ്ട്, പിന്നെ ഒരു എക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിന് വെളിയിൽ നമുക്ക് മൈനസ് സൈൻ ആയതുകൊണ്ട് നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടത് കൊണ്ട് ഇതിൻ്റെ സൈൻ ചേഞ്ച് ആയിട്ട് എന്താവും? പ്ലസ് ആയിട്ട് മാറും. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നുണ്ട്. ബ്രാക്കറ്റിന് വെളിയിൽ നെഗറ്റീവ് സൈനും ആണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് എന്താവും? സൈൻ മാറി പോസിറ്റീവ് ആകും. അത് ഇനി ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്താവും? നെഗറ്റീവ് ആകും. അപ്പോൾ നമ്മൾ √3 എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട് = 0. അപ്പോൾ നിങ്ങൾ കോമൺ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രാക്കറ്റിനകത്ത് വരുന്നത് ഒരേപോലത്തെ ടേം ആയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് വീണ്ടും കോമൺ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ കോമൺ ആയിട്ടുള്ള √3x + 2 നമ്മൾ കോമൺ എടുക്കുന്നു.
അപ്പോൾ √3x+2 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട് 4x, ഇവിടെ എന്തുണ്ട് -√3 = 0. അപ്പോൾ √3x+2 = 0, 4x -√3 = 0. നമുക്ക് സീറോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഇവിടെ നിന്ന് എന്ത് വരും, +2 ഇപ്പുറത്ത് പോകുമ്പോൾ -2 ആവും. √3xൽ നിന്ന് √3 ഇവിടെ വരുമ്പോൾ /√3 ആവും. അപ്പോൾ x = -2/√3 കിട്ടി. ഇവിടെ നിന്ന് x എന്ത് കിട്ടും, ഇത് ഇപ്പുറത്ത് പോകുമ്പോൾ +√3 ആവും. 4 ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ സീറോസ് എന്തൊക്കെ കിട്ടി, x = -2/√3 x √3/4. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് കൂടെ നിങ്ങൾ എഴുതിക്കണം. ദി സീറോസ് ഓഫ് ഗിവൺ പോളിനോമിയൽ ആർ എന്തൊക്കെയാണ്, -2/√3 ആൻഡ് √3/4.